എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജനുവരി 22-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നാളെ ഡിസംബർ 23-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപക സർവീസ് സംഘടനകളുടെ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ 22-ാം തീയതി പണിമുടക്ക് നടക്കും. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, 12-ാം ശമ്പള പരിഷ്കരണം നടപടികൾ ആരംഭിക്കുക, ക്ഷേമബത്ത ലീവ് സറണ്ടർ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക, മെഡിസെപ് പദ്ധതി സർക്കാർ ഏറ്റെടുക്കുക, കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സമരം. സർവീസ് സംഘടനകളും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയും പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാന പണിമുടക്കിൽ കേരളത്തിലെ എല്ലാ റവന്യൂ ഓഫീസുകളും അടച്ചിട്ടുകൊണ്ട് ജീവനക്കാർ പണിമുടക്കുമെന്ന് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷനും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്ത് വിവിധ സർക്കാർ ഓഫീസുകൾ നാളെ അടഞ്ഞുകിടക്കും. റവന്യൂ വകുപ്പ് തീരെ പ്രവർത്തിക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ സ്കൂളുകളിലും അധ്യാപകർ അവധിയിലായിരിക്കും. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കും എങ്കിലും ഭൂരിഭാഗം അധ്യാപകരും ഉണ്ടാകുകയില്ല. അപ്പൊ നാളെ എന്തെങ്കിലും കാര്യത്തിന് സർക്കാർ ഓഫീസുകളിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അത് മാറ്റിവെക്കുന്നതാണ് നല്ലത്. കാര്യങ്ങൾ നടന്നോണം എന്നില്ല. അതേസമയം പ്രതിപക്ഷ സർവീസ് സംഘടനകളും CPI സംഘടനകളും പ്രഖ്യാപിച്ച ബുധനാഴ്ചത്തെ പണിമുടക്കിനെ നേരിടാൻ ഡയസ് നോൺ അനുവദിച്ച് സർക്കാർ പണിമുടക്ക് ദിവസത്തെ ശമ്പളം കുറവ് ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകി. അവശ്യ സാഹചര്യങ്ങൾ ഒഴികെ അവധി നൽകരുത് എന്ന് ധനവകുപ്പ് മേധാവിക്ക് ചീഫ് സെക്രട്ടറി കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജോലിക്കെത്തുന്ന ജീവനക്കാർക്ക് പോലീസ് സംരക്ഷണം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. മുൻഗണനേതര വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും റേഷന് പ്രതിമാസം 1 രൂപ സെസ് പിരിക്കാൻ ധനവകുപ്പിന്റെ അനുമതി. ഇതേ തുടർന്ന് ഏപ്രിൽ മാസം മുതൽ സെസ് പിരിച്ചു തുടങ്ങും. റേഷൻ വ്യാപാരി ക്ഷേമ ബോർഡിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് വെൽഫെയർ ഫണ്ട് സെസ് ഇനത്തിൽ 1 രൂപ വീതം ഈടാക്കുക. ഇത് സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യവകുപ്പ് കഴിഞ്ഞ ജൂണിൽ അംഗീകരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഏപ്രിൽ 1 മുതൽ സെസ് നടപ്പിലാക്കും. ഇപ്പോൾ 1 വർഷത്തേക്കാണ് സെസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 24 വർഷമായി റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിലേക്ക് 1 രൂപ പോലും വിഹിതമായി സർക്കാർ നൽകിയിട്ടില്ല. പകരം 14,161 വ്യാപാരികളിൽ നിന്നും 200 രൂപ വീതം ബോർഡിലേക്ക് ഈടാക്കുന്നുണ്ട്. ക്ഷേമനിധി അംഗങ്ങളായിട്ടുള്ള വ്യാപാരികൾക്ക് പെൻഷനായി 1,500 രൂപയും മാരക രോഗം വന്നാൽ ഒരു തവണ പരമാവധി 25,000 രൂപയുമാണ് സർക്കാർ നൽകുന്നത്. 1,564 വ്യാപാരികളാണ് നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്നത്. 3 മാസം കൂടുന്തോറും പെൻഷൻ നൽകാൻ 80 ലക്ഷം രൂപയാണ് ധനവകുപ്പ് കണ്ടെത്തുന്നത്. ചികിത്സാ സഹായത്തിനായി 23 ലക്ഷം രൂപയും സർക്കാർ നൽകുന്നുണ്ട്. പ്രതിസന്ധി തുടർന്ന് പെൻഷനും ചികിത്സാ സഹായവും മുടങ്ങിയതോടെ ക്ഷേമ ബോർഡിലേക്ക് ഇനി മുതൽ പണമടക്കില്ല എന്ന് വ്യാപാരികൾ കത്ത് നൽകിയിരുന്നു. തിങ്കളാഴ്ച ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി വിഷയം സംഘടനാ നേതാക്കൾ ഉന്നയിച്ചതോടെയാണ് സെസ് നടപടിയെടുക്കാം എന്ന് മന്ത്രി അറിയിച്ചത്. സംസ്ഥാനത്ത് നിരവധി ക്ഷേമ ബോർഡുകളുണ്ട്. ഈ ക്ഷേമ ബോർഡുകളിൽ അംഗങ്ങളായിട്ടുള്ളവർ നിശ്ചിത അംശാദായം അടക്കണം. അത്രയും തുക സർക്കാർ അടക്കും എന്നാണ് വാഗ്ദാനം. എന്നാൽ ഈ ഒരു തുക സർക്കാർ അടക്കാതെ അതിൻ്റെ ഭാരം സാധാരണക്കാരായ റേഷൻ കാർഡ് ഉടമകളുടെ തലയിൽ കെട്ടിവെക്കുകയാണ്. നമുക്ക് എല്ലാ ആളുകൾക്കും നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കെല്ലാം 1 രൂപ അധികം നൽകണം. റേഷൻ കിട്ടിയിട്ട് ഇങ്ങനെ അധികം 1 രൂപ നൽകുകയാണ് എങ്കിൽ തെറ്റില്ല. പക്ഷേ വെള്ള റേഷൻ കാർഡിന് പലപ്പോഴും 2 കിലോ അരിയാണ് മാസം ലഭിക്കാറുള്ളത്. ഈ ഒരു സമയത്താണ് അധികമായി 1 രൂപ കൂടി നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നത്. 1 രൂപ എന്ന് പറഞ്ഞ് നിസ്സാരമാക്കേണ്ട. ഓരോ മാസവും 60 ലക്ഷത്തോളം രൂപയാണ് ഈ ഇനത്തിൽ സർക്കാരിന് ലഭിക്കുക. അടുത്ത അറിയിപ്പ്. വേതന പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യമന്ത്രി GR അനിലുമായി റേഷൻ വ്യാപാരി സംഘടനകൾ നടത്തിയ ചർച്ച അലസി. തുടർന്ന് ഈ മാസം 27 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് റേഷൻ കടകൾ അടച്ചിടാൻ റേഷൻ ഡീലേഴ്സ് കോഓർഡിനേഷൻ സംസ്ഥാന സമിതി തീരുമാനിച്ചു. ഭരണപക്ഷ റേഷൻ വ്യാപാര സംഘടനകളായ കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ CITU, കേരള റേഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ AITUC എന്നിവർ സമരത്തിൽ പങ്കാളികളാകും എന്നും കേരള ഡിവിഷൻ സംസ്ഥാന കമ്മിറ്റി ജനറൽ കൺവീനർ
ജോണി നെല്ലൂർ അറിയിച്ചു. അപ്പോൾ ഇന്നലെ നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് 27-ാം തീയതി മുതൽ റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുകയാണ്. സമരം നീണ്ടുപോവുകയാണ് എങ്കിൽ റേഷൻ പിന്നീട് വാങ്ങാത്തവർക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ റേഷൻ കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. കോവിഡ് ദുരന്തത്തിൽ നാട് അകപ്പെട്ടപ്പോൾ PPE കിറ്റിൽ അഴിമതി നടത്തിയെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെച്ച് CAG റിപ്പോർട്ട്. സാൻഫാർമയിൽ നിന്നും കിറ്റ് വാങ്ങിയത് 300% അധിക വില നൽകിയാണ് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ പറഞ്ഞ ക്ഷാമം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിലൂടെ സർക്കാരിൻ്റെ 10.23 കോടി രൂപ കൊള്ള നടത്തിയെന്നാണ് CAG റിപ്പോർട്ട് പറയുന്നത്. കോവിഡ് കാലത്തെ അഴിമതിയിൽ CAG റിപ്പോർട്ട് പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നത് എന്നും മുഖ്യമന്ത്രിയും മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയും ഇതിന് മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. പുരകത്തുമ്പോൾ വെട്ടിയ വായയുടെ കണക്കാണ് ഇന്ന് CAG റിപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ചെക്ക് എഴുതാൻ കറുത്ത മഷിപ്പേന ഉപയോഗിക്കുന്നത് RBI നിരോധിച്ചു എന്ന വാർത്ത വ്യാജമാണ് എന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് വിഭാഗം കണ്ടെത്തി. ചെക്ക് എഴുതുന്നതിന് കറുത്ത മഷിപ്പേന ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. ഇത്തവണ ശബരിമലയിൽ 440 കോടി വരുമാനം. കഴിഞ്ഞ വർഷം 360 കോടി രൂപയായിരുന്നു. 53 ലക്ഷം തീർത്ഥാടകർ മല ചവിട്ടി എന്നും മന്ത്രി VN വാസവൻ നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ മാർച്ച് മുതൽ പെൻഷൻ മുടങ്ങിയിട്ടില്ല. കുടിശ്ശികയുള്ള പെൻഷനിൽ 2 ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകുമെന്ന് കഴിഞ്ഞ ബജറ്റിൽ മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചിരുന്നു. ഇത് പ്രകാരം ഓണത്തിന് 1 ഗഡു നൽകി. അടുത്ത ഗഡുവാണ് ഈ മാസം വിതരണം ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നടപടികൾ ഇന്നായിരുന്നു. തുക 2025 ജനുവരി 24-ാം തീയതി വെള്ളിയാഴ്ച വിതരണം ചെയ്യും. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും. കയ്യിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് 27-ാം തീയതി തിങ്കളാഴ്ചയോടുകൂടിയും എത്തിച്ചേരുന്നതാണ്. പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുക. മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ 3200 കൂടി മുടങ്ങും. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള അവസരം. ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഈ മാസം പെൻഷൻ മുടങ്ങുന്ന ആളുകളെല്ലാം ശ്രദ്ധിക്കുക. അടുത്ത 1 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ മാത്രമേ തുടർന്നങ്ങോട്ടുള്ള പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇനിയും കുടിശ്ശിക പെൻഷനുകൾ ലഭിക്കാനുണ്ട്. ഇത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും 3200 തന്നെയാണ് ലഭിക്കുക. വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ചാണ് ആ ഒരു തുക ലഭിക്കുക. അതിനിടെയുള്ള 2 മാസം 1600 രൂപ വീതം ലഭിക്കും. മസ്റ്ററിങ്ങിനു പുറമെ വിധവ അവിവാഹിത സർട്ടിഫിക്കറ്റുകൾ നേരത്തെ സമർപ്പിച്ചിട്ടും അത് സേവന വെബ്സൈറ്റിൽ ഉദ്യോഗസ്ഥർ അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ മുടങ്ങിയിരുന്നു. ഈ മാസവും അത് ശരിയാക്കിയിട്ടില്ല എങ്കിൽ അവർക്ക് മുടങ്ങുന്നതാണ്. മറ്റൊന്ന്, കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്കുള്ള പെൻഷൻ വിതരണത്തിൽ എല്ലാ മാസവും പല ആളുകളും കമൻറ്റിലൂടെ അറിയിക്കാറുണ്ട്. കേന്ദ്രവിഹിതം 300 ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നൊക്കെ. അത് വിതരണം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് മുടങ്ങിയിട്ടുള്ളത് എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത് എന്ന് നമ്മൾ എല്ലാ വീഡിയോകളിലും പറയുന്നതാണ്. 2 കാരണം കൊണ്ടാണ് ഈ ഒരു പെൻഷൻ ലഭിക്കാതിരിക്കുക. ഒന്ന്, ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡിംഗ് നടത്തിയിട്ടില്ല എങ്കിൽ. മറ്റൊന്ന്, നിങ്ങളുടെ പെൻഷൻ രേഖയിൽ അതായത് സേവന രേഖയിലും ആധാർ കാർഡിലും പേരിലോ അഡ്രസ്സിലോ എന്തെങ്കിലും വ്യത്യാസം ഉള്ളവർക്കാണ് കേന്ദ്രവിഹിതം മുടങ്ങുന്നത്. കേന്ദ്രം നൽകുന്ന എല്ലാ സഹായങ്ങളും ആധാർ അധിഷ്ഠിതമായിട്ടാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു തുക ലഭിക്കാത്തത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് നിങ്ങളുടെ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിലൊന്ന് അന്വേഷിക്കുക. എന്ത് ആണ് കാരണം എന്ന് വെച്ചാലും അത് ഉടനെ ശരിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടുകൂടി പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ്. പെൻഷൻ ഉത്തരവ് വന്നാൽ കൃത്യസമയത്ത് നിങ്ങളെ അതുകൂടി അറിയിക്കുന്നതാണ്. സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുന്നു. ഗ്രാമിന് 7450 രൂപ, പവന് 59,600 രൂപ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാൻ തരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.